Hi everyone. Tourism principles and practices. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസം പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന 4th മൊഡ്യൂളിലെ ചില ഭാഗങ്ങളാണ്. നമ്മളെന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ഡിഫറെൻറ്റ് തരത്തിലുള്ള ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ടൂറിസം ഓർഗനൈസേഷൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇൻ്റർനാഷണൽ, നാഷണൽ, നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ടൂറിസം ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? UN, WTO, WTC, അതുപോലെ തന്നെ പാറ്റ, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു എന്നുള്ളതാണ്. അറ്റ് ലാസ്റ്റ് അതിൽ നമ്മൾ DTPCയെ കുറിച്ചും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ടൂറിസം പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ. എന്താണ് ദ ടൂറിസം പ്ലാൻ? ടൂറിസം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ടൂറിസം പ്ലാനിങ്, അപ്രോച്ചസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ടൂറിസം പ്ലാന്, എന്താണ് ടൂറിസം പ്ലാനിങ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ടൂറിസം പ്ലാൻ നമുക്കറിയാം. എന്താണ് പ്ലാൻ? The process of setting goals and objectives, selecting alternative course of action to achieve these goals, implementing the chosen and alternative and evaluating the choices and to find out if it is successful. നമുക്കറിയാം, ഏതൊരു സാധനത്തിന് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്, നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അത് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആക്ഷനിൽ നിന്ന് ഒരെണ്ണത്തെ സെലക്ട് ചെയ്ത് ആ ഒരു ഗോളിലേക്കുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണോ പോകുന്നത് അതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ മുന്നേ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ തന്നെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളെ കൂടുതലായിട്ട് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വരുമാനം, എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കൂടുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൂറിസം പ്ലാൻ തയ്യാറാക്കുന്നു. അവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്ലാൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണത്തെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഗോളിലേക്ക് നടക്കുന്നു. ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് പ്ലാൻ എന്ന് പറയുന്നത് ഗോൾസും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അതല്ലെങ്കിൽ സെലക്ടിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഗോൾസ്. ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ചോയ്സസ് ടു ഫൈൻഡ് ഔട്ട്. എന്നിട്ട് അതെന്ത് ചെയ്യുക? ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൂറിസം പ്ലാൻ എന്ന് പറയുന്നത്. അത് ഇവിടെ ഇനി നമ്മൾക്ക് ഇത് തന്നെയാണ്. എന്താണ് ടൂറിസം പ്ലാനിങ്, എന്താണ് ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നുള്ളത്? എന്താണ് ടൂറിസം പ്ലാനിങ്? പ്രോസസ് ഓഫ് കോർഡിനേറ്റിംഗ് ലാൻഡ് യൂസ് പ്ലാനിങ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടു ഡെവലപ്പ് ഓർ ഇംപ്രൂവ് ടൂറിസം ഇൻ എ നേഷൻ, റീജിയൻ ആൻഡ്. ടൂറിസം പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കായിട്ട് നമ്മളുടെ ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്
പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൂറിസം പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ tourism planning refers to the overall process of deploying the development goal and the implementation of comprehensive tourism system. The aims to tourism planning include increased visitor satisfaction, increased economic benefit, and the protection of basic cultural and natural resources. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എക്കണോമിക് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യുന്ന വിസിറ്ററുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറലും അതേപോലെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂറിസം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ആ ഒരു പ്ലേസിൻ്റെ ആ ഒരു ലാൻഡിൻ്റെ പ്ലാനിങ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനെ എല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൂറിസം പ്ലാനിങ് എന്ന് പറയുന്നത്. ടൂറിസം പ്ലാനിങ് ഇസ് എ പ്രോസസ് ഓഫ് കോർഡിനേറ്റിംഗ് ലാൻഡ് യൂസ് പ്ലാനിങ്, economic development, community participation to develop or improve tourism in a nation, region or a destination. ഇനി എന്താണ് ടൂറിസം ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്ലാൻ ദാറ്റ് ഔട്ട്ലൈൻസ് ഹൗ എ ലൊക്കേഷൻ വിൽ സെർവ് വിസിറ്റേഴ്സ് ആൻഡ് അഡാപ്റ്റ് ടു ദെയർ ഗ്രോൺ numbers and protect local cultures and environment in a sustainable manner. ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ, അഥവാ വിസിറ്ററുടെ എങ്ങനെ വിസിറ്ററെ സെർവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഓവറോൾ ആ വിസിറ്ററുടെ എണ്ണത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഇൻക്രീസ് കൊണ്ടുവരാം. അവിടുത്തെ ലോക്കൽ, ആ ഒരു ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റിൻ്റെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇതിനെല്ലാം, അതായത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ ആൻഡ് എ ടൂറിസം ഇൻഡസ്ട്രി ഇസ് കോൾഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് പ്ലാൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ദ നീഡ് ഫോർ എ ടൂറിസം പ്ലാനിങ്. എന്താണ് ഒരു ടൂറിസം പ്ലാനിങ്ങിൻ്റെ നീഡ്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മളിപ്പോൾ ടൂറിസം പ്ലാനിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ടൂറിസം പ്ലാനിങ് എന്ന് പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ നീഡെന്ന് മനസ്സിലാവും. നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ടൂറിസം പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാതെ, യാതൊരുവിധ മുൻകൂട്ടിയുള്ള പഠനവും ഇല്ലാതെ നമ്മൾ ടൂറിസം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ച സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൂറിസം പ്ലാനിങ് എന്ന് പറയുന്നത്. ടു അവോയ്ഡ് ഇവൻച്വൽ ഡിക്ലൈൻ ഓഫ് എ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആ ഡെസ്റ്റിനേഷൻ്റെ ഇവൻച്വൽ ഡിക്ലൈൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A tourism plan and development program can provide guidelines for areas in which the government and the private sector with little or no experience how to develop these areas. ടൂറിസം പ്ലാനിങ് ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെയും ഇവരെ ടൂറിസം പ്ലാനിങ്ങിന് അല്ലെങ്കിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് എവിടെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ
ടൂറിസം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാവും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകുന്നതാണ്. A tourism plan is necessary to coordinate different sectors to better service the needs of tourism and the general public. ടൂറിസം ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ടൂറിസം പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ടൂറിസം പ്ലാനിങ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒന്നിനെ കോർഡിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. Through an integrated tourism plan, the various direct and indirect economic benefits of tourism can be achieved. വളരെ കൃത്യമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടൂറിസം പ്ലാനിലൂടെ നമ്മൾക്ക് എക്കണോമിക് ബെനിഫിറ്റ്, അതുപോലെ തന്നെ അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിലൂടെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടെല്ലാം ടൂറിസം പ്ലാൻ നിർബന്ധമാണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടൂറിസം പ്ലാനിങ്. എ റെസ്പോൺസിബിൾ ടൂറിസം പ്ലാൻ ഈസ് എ മീൻ ടു അറ്റൈൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഒബ്ജക്റ്റീവ്സ് ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം അട്രാക്ഷൻ. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നതോടും ഒപ്പം തന്നെ ഒരു ടൂറിസം പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് അവിടുത്തെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടൂറിസം വിസിറ്റ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ വിസിറ്റ് ചെയ്യുന്ന ഏതൊരു വിസിറ്റർക്കും അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും അവരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും അവർക്ക് ഫെസിലിറ്റീസ് ഒരുക്കുന്നതിൽ എല്ലാം മുൻപന്തിയിലുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള എൻവയോൺമെൻറ്റിനെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇത് ടൂറിസം പ്ലാനിൻ്റെ ഒരു ബെനിഫിറ്റാണ്. എ കെയർഫുൾ ടൂറിസം പ്ലാൻ ഈസ് എ മീൻസ് ടു അച്ചീവ് കൾച്ചറൽ കൺസർവേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊഡ്യൂസ് സോഷ്യോ കൾച്ചറൽ ബെനിഫിറ്റ്. ഒരു കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ടൂറിസം പ്ലാനിങ് എന്ന് പറയുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനിലുള്ള കൾച്ചറിനെ സംരക്ഷിക്കുകയും അതോടൊപ്പം ആ ഒരു കൾച്ചറിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ ആയിരിക്കും എന്നുള്ളതാണ്. ആ ഒരു സോഷ്യോ കൾച്ചറൽ ബെനിഫിറ്റ്സിനെ നമ്മളെന്ത് ചെയ്യും, സംരക്ഷിച്ച് നിലനിർത്താനായിട്ട് നല്ലൊരു ടൂറിസം പ്ലാൻ തയ്യാറാവും. അതിനാണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. A good tourism plan means which is the natural and cultural resources tourism are maintained, not destroyed in the development process. നല്ല ടൂറിസം പ്ലാൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തരത്തിലും അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസിനെയോ കൾച്ചറിനെയോ ഹാംഫുള്ളായിട്ടുള്ള തരത്തിൽ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഹാംഫുള്ളായിട്ടുള്ള രീതിയിൽ യാതൊരു വിധ തരത്തിലുള്ള ടൂറിസം പ്ലാനിങ് ചെയ്യും. ദ റൈറ്റ് ടൈപ്പ് ഓഫ് ടൂറിസം പ്ലാൻ ക്യാൻ ബി യൂസ് ടു പുവർലി ഡെവലപ്ഡ് ടൂറിസം ഡെസ്റ്റിനേഷൻ. പുവർലി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് ടൂറിസം പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. താങ്ക് യു.